വിവാദ പരാമർശത്തിൽ വിശദീകരണവുമായി സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം പാണക്കാട് കുടുംബത്തെയും ബാഫഖി തങ്ങളെയും അവഹേളിച്ചെന്നത് വാസ്തവവിരുദ്ധമാണെന്ന് ഉമർ ഫൈസി മുക്കം പറഞ്ഞു. എന്നാൽ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞത് യാഥാർത്ഥ്യമാണെന്നും ഉമർ ഫൈസി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം മലപ്പുറം എടവണ്ണപ്പാറയിൽ നടത്തിയ വിവാദ പരാമർശത്തിന് പിന്നാലെ സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിനെതിരെ ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന് വിമർശനം ഉയർന്നിരുന്നു. ഇതോടെ ഉമർ ഫൈസിയെ ശാസിച്ച് സമസ്ത നേതാക്കൾ പ്രസ്താവന ഇറക്കിയതായി വാർത്ത വന്നു. ഉമർ ഫൈസിയുടെ പരാമർശം സമസ്ത പ്രവർത്തകന് ഭൂഷണമല്ല എന്നും പരാമർശത്തിന് പരിഹാരം ചെയ്യണമെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, ട്രഷറർ കോയോട് ഉമർ മുസ്ലിയാർ എന്നിവർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ തന്നെ ആരും ശാസിച്ചിട്ടില്ലെന്നും ആരെയും അവഹേളിച്ചിട്ടില്ലെന്നും ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചു. ഞാനൊരു തങ്ങളെ ആക്ഷേപിച്ചിട്ടില്ല. പൈതൃകം എന്താണെന്ന് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. നമ്മളെ മുൻകഴിഞ്ഞ മഹാന്മാർ ബാഫഖി തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അവരൊക്കെ ഇവിടെ നടന്ന നടപടി അത് അനുകരിച്ച് പോകണം എന്നുള്ളത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ വേറെ ഞാൻ അവരെ ആക്ഷേപിച്ച് ആരെയും ആക്ഷേപിച്ചിട്ടില്ല. എല്ലാവരും മഹത്വവൽക്കരിക്കുകയാണ് ചെയ്തത്. ബാഫഖി തങ്ങൾ മുതൽ ഹൈദർ അലി ശിഹാബ് തങ്ങൾ വരെയുള്ളവരുടെ പാരമ്പര്യം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വഴി പിഴച്ചു പോയവരെ പരിഗണിക്കാൻ ആകില്ലെന്നുമായിരുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങളെ ലക്ഷ്യം വെച്ച് ഉമർ ഫൈസി പ്രസംഗിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ലീഗ് കൂട്ടുകെട്ടിനെയും ഉമർ ഫൈസി എതിർത്തിരുന്നു. സമസ്ത 100ാം വാർഷികാഘോഷം നടക്കാനിരിക്കെ സമസ്തയിലെ ലീഗ് അനുകൂല വിരുദ്ധ വിഭാഗങ്ങൾ തമ്മിലുള്ള കലഹം വീണ്ടും ശക്തമാവുകയാണ്. കൈരളി ന്യൂസ്, കോഴിക്കോട്.